പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈ പ്രഭാതത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ ഇന്ന് ഈ മീഡിയയിലൂടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന അവസ്ഥയിൽ സൃഷ്ടാവും പരിപാലകനുമായ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. വലിയ പ്രതിസന്ധികളുടെ കാലങ്ങളിലൂടെ, നമ്മൾ ഞെരുക്കത്തിന്റെ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്ധകാരത്തിൽ പ്രകാശമായിട്ട് ഉദിച്ച ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായിട്ട് നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലാതെ നമ്മൾ ഉഴലുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി ഈശോ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും. പുതിയ വഴികൾ അവിടുന്ന് തുറന്നു തരും. നമ്മളെ അലട്ടുന്ന എല്ലാ ജീവിത പ്രതിസന്ധികൾ, രോഗമേഖലകൾ, കടബാധ്യതകൾ, ജീവിത പ്രശ്നങ്ങൾ എല്ലാം അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രഭാതത്തില് ദൈവം നമുക്ക് നൽകിയ എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് പാടി ആരാധിക്കാം. സങ്കീർത്തനം 95, 1, 2 തിരുവചനങ്ങളിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നും ബൈ ചാൻസ് ആയിട്ട് സംഭവിക്കില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ എന്തായിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകള് ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറുവാന്, വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവത്തെ അനുഭവിച്ചറിയുവാൻ കിട്ടുന്ന അവസരമാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ കഴിവും ഉപയോഗിച്ച് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ നമ്മളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർവശക്തനായ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് പാടി ആരാധിക്കാം. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഈശോയോടെ അഭിഷേകത്തോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ അഭിഷേകം, വലിയ സ്നേഹം, വലിയ പുത്തൻ ഉണർവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 4:16 അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിന്റെ മേലും അത്യുന്നതനായ ദൈവത്തിന്റെ ഈ പ്രകാശം, യേശു ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലുടനീളം പ്രകാശിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കരമുയർത്തിയടിച്ച് ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 1 പത്രോസ് 5:6 നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഓ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തി അനാഥനല്ല. അവന്റെ ജീവിതത്തിൽ അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സകലവും അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. പൂർണ്ണമായ ബോധ്യത്തോടെ നമ്മൾ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, അതെല്ലാം ദൈവം എനിക്ക് അനുഗ്രഹമായിട്ട് വലിയ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ പ്രശ്നങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആഘോഷത്തോടെ ആർത്തുപാടി അവിടുത്തെ ആരാധിക്കട്ടെ. പെന്തക്കുസ്തനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവരെ, പെന്തക്കുസ്തനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവരെ, അഗ്നിജ്വാലമോ തിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോലെ വീശിയെന്നിൽ വാ, അഗ്നിജ്വാലമോ തിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റുപോൽ വീശിയെന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയോടെ മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങള്. അവൻ കവർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമത്തിലെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. ഓ പ്രിയപ്പെട്ടവരെ, ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കഴിയുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആത്മീയവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും യേശു എടുത്തു മാറ്റി പരിപൂർണ സ്വാതന്ത്ര്യമുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ നമ്മളെ ഉയർത്തും. നമ്മുടെ ജീവിതങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, പ്രവർത്തന മേഖലകള് എല്ലാം പൂർണ്ണമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. കഴുകനെ പോലെ ചിറകൊടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം പ്രാപിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം പ്രാപിച്ചോടുവാൻ. കാത്തിരിക്കുന്നീതാ ഞാനുമേ ഹോവേ, ശുദ്ധിയെ ഒതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കാത്തിരിക്കുന്നീതാ ഞാനുമേ ഹോവേ, ശുദ്ധിയെ ഒതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയതയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഏശയ്യാ 49:16 നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഓ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരും അത്യുന്നതനും പിതാവുമായ ദൈവം, സൃഷ്ടാവായ ദൈവം അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നിങ്ങളെ അവിടുന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകമാസകലം അനേക യുവാക്കന്മാര് വളരെ വലിയ നിരാശയിലേക്ക്, വേദനയിലേക്ക് കടന്നു പോകുന്നു. ഓ പ്രിയപ്പെട്ട മകനെ, മകളെ, പിതാവായ ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവനാണ് നീ എന്നുള്ള ബോധ്യത്തോടുകൂടെ, ഞാൻ എന്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്റെ അപ്പൻ എന്നുള്ള ബോധ്യത്തോടുകൂടെ നിന്റെ ജീവിതങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിച്ചുകൊണ്ട് തീക്ഷണതയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആഗ്രഹിച്ച പാടത്തെ ഓ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭയില് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. യുവജനങ്ങളെ, അനേകം യുവജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കാലഘട്ടത്തിന്റെ അഭിഷേകമായിട്ട് ഉയർന്ന അവിടുത്തെ പ്രിയപ്പെട്ട ദാസനെ പോലെ വിശുദ്ധ ഡോൺ ബോസ്കോയോട് ചേർന്ന് എല്ലാ യുവജനങ്ങളെയും, ലോകം മുഴുവനുള്ള സകല യുവജനങ്ങളിലേക്കും അതിന്റെ ആത്മാവിന്റെ ശക്തി തീക്ഷണതയോടെ ആവസിക്കുവാനാണ് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകള് നിരാശയിലും ഭയത്തിലും രോഗത്തിലും വേദനയിലും ഞെരുക്കത്തിലും കഴിയുന്ന അനേകരുടെ ജീവിതത്തിന് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവം വലിയ വിടുതലും സൗഖ്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീക്ഷണതയോടെ പരിശുദ്ധാത്മാവ് ലോകം മുഴുവനിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ നൽകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുക. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ.
യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിന്റെ ആത്മാവേ, പുത്രന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞ് കവിയണമേ. അളവില്ലാതെ ഞങ്ങൾ ഓരോരുത്തരിലും അനർഗളം നിർഗളം പ്രവഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് വിളിക്കാം നമുക്ക്. ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ പിതാവിന്റെ എല്ലാ സ്നേഹോഷ്മളമായ സ്പർശനവും സ്വീകരിക്കുവാൻ കഴിയുന്ന പ്രിയ മക്കളായി നിന്നുകൊണ്ട് പിതാവിന്റെ സ്നേഹം കരമുയർത്തി പറഞ്ഞ്, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, love of the Father, grace of our Lord Jesus Christ and the communion of the Holy Spirit. വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ചേർന്ന് പറഞ്ഞ, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇനി ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു എക്സ്ട്രാ പവർ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണിത്. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണ്. Whenever you're trying to do anything, this is a spiritual exercise that everyone can exercise it. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസ് ആണ്. Anyone can do this spiritual exercise. ഫിസിക്കൽ എക്സസൈസ് നമുക്കറിയാം. We all know about physical exercise, ഇതൊരു സ്പിരിച്വൽ എക്സസൈസ് but ആണ്. this is a spiritual exercise. എന്തെങ്കിലും വലിയ ടാസ്കുകൾ When you are going to do any difficult task, ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്ന സമയത്ത് when you think that you cannot do it, പെട്ടെന്ന് അതരത്തിൽ പറയുക, then you speak this. പിതാവിന്റെ സ്നേഹത്താലും The love of the Father, പുത്രന്റെ കൃപയാലും the grace of our Lord Jesus Christ, പരിശുദ്ധാത്മാവിന്റെ and കൂട്ടായ്മയാലും the fellowship of the community of the Holy ഓ Spirit. ഞാനിപ്പോൾ നിറയുന്നു. I'm being filled with it. ഗേറ് മാറുന്നത് പോലെ കർത്താവിന്റെ അഭിഷേകം നമ്മിൽ പ്രവേശിക്കും നമുക്കറിയാൻ കഴിയും. The anointing of the Lord will come and flood you. അത് പറഞ്ഞു തുടങ്ങിയ പിതാവിന്റെ സ്നേഹം, The love of the Father, പുത്രന്റെ കൃപ, the grace of Lord Jesus, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. the community of the Holy ഇവിടെ Spirit. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന കരമുയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗീയ മാലാഖയുടെ വന്ദനസ്വരത്താൽ അനുഗ്രഹത്തിന്റെ പ്രതീതിയായി മാറിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ വന്ദന സ്വരത്തിലെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വിശേഷിച്ച് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അപേക്ഷിക്കണമേ. ആമേൻ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. Hallelujah. യേശുവേ ആരാധന. സാബത്ത് ദിവസത്തിൽ സിനഗോഗുകളിൽ വിശേഷമായ പ്രാർത്ഥനകൾ യഹൂദർ നടത്തി വന്നിരുന്നു. The Jews used to celebrate some certain prayers in the synagogues. സാബത്ത് ദിവസങ്ങളിൽ അതിനു വേണ്ടി മാത്രമായിരുന്നു അവർ ആ മുഴുവൻ ദിവസവും The വേർതിരിച്ചിരുന്നു. whole Sabbath they have been separated for all these prayers in the synagogues. കുഴിയിൽ വീണ കാളയെ എടുക്കുവാൻ പോലും വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു ദിവസം. If an ox fell into a hole, they would not even touch it. സഞ്ചരിക്കുന്ന യാത്രാ ദൂരം പോലും അളക്കുന്ന ഒരു ദിവസം.
Even the distance has been measured, how much they should travel on Sabbath. സാബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്ന വഴിദൂരം പോലും സെറ്റ് ചെയ്തിരുന്നു. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാം പള്ളികളിൽ ആ ലിറ്റർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ പൊതുവായുള്ള വായന ക്രമങ്ങൾ യഹൂദ വായനയിൽ ഉണ്ടായിരുന്നു. As on Sabbath, what all should do, what all cannot be do, like that. Even during our prayer, the readings, the liturgy has been സാധാരണ like that. തരത്തിൽ മൂന്നായിട്ടായിരുന്നു ആ യഹൂദ വായനയെ തിരിച്ചിരുന്നത്. Three അതിൽ patterns. ആദ്യത്തേതാണ് പഞ്ചഗ്രന്ഥത്തിൽ നിന്നുള്ള വായന, First ആദ്യത്തെ is 5 from the പുസ്തകം. 5 books, the Old Testament. അടുത്തത് സങ്കീർത്തനത്തിൽ നിന്നുള്ള Then from വായനയായിരിക്കും. the പിന്നീട് Psalms, പ്രവചനത്തിൽ നിന്നുള്ള the വായന. prophecies. ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തുള്ള വായനയാണ് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന. Most important is from the prophecies. ഈ സന്ദർഭം ഇന്നത്തെ വായനക്രമത്തിൽ വന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം And ചെയ്യുന്നു. thank God for the today's reading. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ മർക്കോസ് എന്ന സുവിശേഷകൻ ഇത് രേഖപ്പെടുത്തുകയാണ്. എന്താണ് വിഷയം? കവർണഫോമിൽ എത്തിയ യേശു ശബത്ത് ദിവസത്തിൽ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. Mark chapter 1 verse 21, and they entered into Capernaum, and entering into the synagogue promptly on the Sabbath day he taught അവന്റെ them. പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ And പഠിപ്പിച്ചത്. they were astonished of his doctrine, for he was not teaching just as one of them, but with authority. നിയമജ്ഞരെ പോലെ അല്ലായിരുന്നു He ഈശോയുടെ was not പഠിപ്പീര്. like the scribes. പഠിപ്പീരിനകത്തൊരു വലിയ അധികാരമുണ്ടായിരുന്നു. There was an authority in his teaching. ആ സിനഗോഗിൽ ഒരു പൈശാചിക In ബാധയുള്ളവനുണ്ടായിരുന്നു. the synagogue there was a man with an unclean spirit. 23-ാമത്തെ വചനം, 1-ാം അധ്യായം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ വചനം. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നവൻ അലറി, നസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. And verse 23 says, and in that synagogue there was a man with an unclean spirit, and he cried out, saying, what are we to you, Jesus of Nazareth? Have you come to destroy us? I know that you are the Holy One of God. ഹല്ലേലൂയ. Hallelujah. ഇതേ സന്ദർഭം ലൂക്കായുടെ സുവിശേഷത്തിലും നമുക്ക് കാണാം. 4-ാമത്തെ The അധ്യായം same thing has been described in Luke chapter 4, 31 മുതലുള്ള വാക്യങ്ങളിലാണ്. verse from 31 onwards. കവർണഫോമിലെ പട്ടണത്തിൽ ശബത്തിൽ അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവന്റെ വചനം. സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, നസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. The same incident has been repeated in Luke chapter 4. സാത്താൻ ആവർത്തിച്ചു പറയുന്നു, സിനഗോഗിലെ പ്രസംഗത്തിൽ, അധികാരത്തോടുകൂടിയുള്ള പ്രസംഗത്തിൽ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. See, the people were telling that Jesus has been preaching with such authority and is interfering in their affairs. No, Satan claim. പിശാച് പറയുന്നു, സിനഗോഗിൽ നീ വായിച്ച് പുസ്തകം അടച്ചു വെക്കുന്നേ ഉള്ളൂ, പക്ഷെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലും അത് അങ്ങനെ തന്നെ The usual എഴുതിയിരിക്കുന്നത്. tradition is in the synagogue Yeah. is to reach the scripture, but here he is reading, not only reading the scripture, but he is interfering with their authority. 24-ാമത്തെ വചനം, നസറേയനായ യേശുവേ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ്. ആ മനുഷ്യനിലൂടെ അശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? Are you come to destroy us, King Jesus of Nazareth? Why you are interfering in our area? നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ നീ ഇടപെടുന്നത്? അതാ ചോദിക്കുന്നത്. That's the question here. Why are you interfering in our ഞാൻ ഈ affairs? അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയത് ഇനി എന്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്കി. ഇവിടെ ഒരു സ്ഥലത്തും പിശാച് ബാധിച്ച ഈ മനുഷ്യൻ പറയുന്ന പോലത്തെ ഒരു ഇടപെടൽ നമ്മുടെ കർത്താവ് നടത്തിയിട്ടില്ല. Nowhere in this other areas you find Jesus interfering with their affairs. ഒരങ്ങനത്തെ ഒരു ഇടപെടൽ യേശു പോയിട്ടില്ല. Jesus has not interfered in any of their affairs. സാധാരണമായിട്ട് ഒരു ഇടപെടലിനും യേശു കടന്നു പോയിട്ടില്ല. Jesus has not interfered with Satan in any way there. പിശാചെ പുറത്തു വാടാ എന്നോ, He didn't say come out. അശുദ്ധാത്മാക്കളെ പുറത്തു വാ എന്നോ, He didn't say an unclean spirit come out. ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ട്, അവന്റെ മേൽ നിന്ന് പുറത്തു വാന്നോ. There was a man with an unclean spirit. He did not say you come out. ഒന്നും യേശു പറയുന്നില്ല. He did not say anything of that. വായന യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരിക്കണം. Maybe the reading is from Isaiah. യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു, അത് അടച്ചു വെക്കുന്നു. He read it and he closed the book.
അതിനകത്ത് നിന്ന് പ്രബോധിപ്പിക്കുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. There's not more to be preached from Normally them. reading and closing, ending the chapter, that's all. വായിക്കുക, അടച്ചു വെക്കുക, ഇതാണ് യൂഷ്വൽ. No one do exhortation through the reading, throughout the reading. അതുകൊണ്ട് പ്രബോധനം അതിന്റെ അകത്തൊന്നും വരുന്നില്ലായിരുന്നു. But Jesus did it. യേശു ഒരു വ്യത്യസ്തത കാണിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് യേശു പ്രബോധനം നടത്തി. He read it and then he exhorted it. ആരെക്കുറിച്ചാ പ്രവാചകന്മാർ പറഞ്ഞതെന്ന് യേശു പറഞ്ഞു. Jesus said, from whom this has been said. തിരുവെഴുത്തിനകത്ത് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. The life in the spirit began to move after reading. Life within the scripture started moving. Hallelujah. തിരുവെഴുത്തിലുള്ള ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. മറ്റേത് ലെറ്ററിൽ അവസാനിക്കുകയായിരുന്നു. But that's only other one is the letter. അന്നും ഇന്നും എന്നും ഈ രണ്ട് ശുശ്രൂഷയുണ്ട്. Every day is like that. There those days and these days. No. These two types of ministry is there. One is the ministry of letter. Other one is the ministry of the spirit. ഈ രണ്ട് ടൈപ്പ് ശുശ്രൂഷ അന്നും ഇന്നും ഉണ്ട്. ഒന്ന് അക്ഷരത്തിന്റെ ശുശ്രൂഷ. One the letter. രണ്ട് ആത്മാവിന്റെ ശുശ്രൂഷ. Ministry of the spirit. ഈ അക്ഷരത്തിന്റെ ശുശ്രൂഷയ്ക്ക് പോയി വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും നൂറ്റാണ്ടുകളായിട്ട് ചിലപ്പോൾ ഇരിക്കുന്ന മനുഷ്യൻ. See, this unclean spirit man might have been gone to the synagogue and listened to the ministry of the letter. അവനോ അവനിലുള്ള അശുദ്ധാത്മാവിനോ ഒരനക്കവും വന്നിട്ടില്ല. The spirit that's what's ruling over him did not have anything. അശുദ്ധാത്മാവ് വളരെ സുഖത്തിൽ ഇരിക്കുകയായിരുന്നു അതിന്റെ അകത്ത്. He's quietly sitting in him. എന്നും വായന കേൾക്കുന്നുണ്ട്. Every day he is listening to this. പക്ഷെ ഇവന്റെ മേലുള്ള ദുരാത്മാവിന് ഒരനക്കവും ഇല്ല. But the unclean spirit that's ruling him was not moving. ഇവനെ പുറത്തുനിന്ന് പിടിച്ച് അകത്തുകൊണ്ട് ഇരുത്തിയെന്നല്ല, അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ലൂക്കായുടെയും മാർക്കോസിന്റെയും പ്രയോഗം. The scripture says there was a man in the synagogue who was affected with an unclean spirit. അവൻ അവിടെ ഉള്ളവനാണ്. He was there. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. Last week he was there. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച Even ഉണ്ടായിരുന്നു. before that week he was there. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. Last year he was there. ആണ്ടവസാന വലിയ പൂരി ഫെസ്റ്റിവലിന് അവൻ ഉണ്ടായിരുന്നു. In all the festival season also he was there. പാസ്ഓവർ അവൻ പങ്കെടുത്തതാണ്. The Passover he was there. കഴിഞ്ഞ മുമ്പിലത്തെ മാസത്തെ റീഡിങ്ങിന് അവൻ ഉണ്ടായിരുന്നു. Last month's reading there അവൻ ഈ also he was റീഡിംഗ് there. ഒന്നും കേട്ടിട്ട് ഒരനക്കവും ഇല്ല. There was nothing happening in him then. പക്ഷെ ഇന്നൊരു ദിവസം But today അക്ഷരം മാത്രമല്ല, it's not the letter. അക്ഷരത്തിനകത്തെ ആത്മാവ് ചലിക്കാൻ തുടങ്ങി. But in that letter the spirit began to move. ലെറ്റർ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. Letter could not do anything. ഹാലലൂയ. അക്ഷരത്തിനകത്തെ ആത്മാവ് ചലിച്ചാൽ But the spirit behind the letter when it moves, അവന്റെ വചനം അധികാരത്തോടു കൂടിയായിരുന്നു. his word was with power and authority. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു. And that man began to cry out. നിങ്ങൾ ചിലർക്കെങ്കിലും ഇതിന്റെ സാഹചര്യം പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. If you want to understand the context of it, യേശു ആ നാട്ടിലെ സിനഗോഗുകളിൽ തുടർമാനമായി പ്രബോധിപ്പിക്കുമായിരുന്നു. Jesus used to go to the synagogues and start teaching there. മർക്കോസിന്റെ രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. It's not been recorded in the Mark. എന്നാൽ നിങ്ങൾ ഈ ലൂക്കോസിന്റെ രേഖയില് 4-ാമത്തെ അധ്യായത്തില് ഇത് വായിക്കുന്ന ഈ ഭാഗത്ത് തൊട്ടുമേലുള്ള 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക. Luke chapter 4 verse 16 onwards has been described there. ശബത്ത് ദിവസം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. It all happened in the Sabbath day. വേറൊരു സിനഗോഗിലാണ് ഇത് It's സംഭവിക്കുന്നത്. happened in another synagogue. നസറത്തിലുള്ള സിനഗോഗിലാണ് ഇത് സംഭവിക്കുന്നത്. Synagogue in Nazareth. അപ്പൊ രണ്ട് സ്ഥലം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. Bring two places in your ഒന്ന് mind. ഇന്നലത്തെ നസറത്ത്, Yesterday's Nazareth. രണ്ട് ഇന്നത്തെ കഫർനഹൂം. Today's Capernaum. ഇന്നലെ നസറത്തിൽ വെച്ച് ഇതുപോലൊരു ഇൻസിഡന്റ് സംഭവിച്ചു. In Nazareth yesterday such an incident happened. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമായിരുന്നു വായിക്കാൻ But കൊടുത്തത്. that reading was Isaiah. 17-ാമത്തെ വചനം 4:17 ലൂക്കായ സുവിശേഷം 4. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് വായിക്കാൻ നൽകപ്പെട്ട് പുസ്തകം തുറന്നപ്പോൾ അവർ ഇത്രകാരം എഴുതിയിരിക്കുന്ന കണ്ട് കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവും വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്ന പുസ്തകം അടച്ച് ശുശ്രൂഷകരെ ഏൽപ്പിച്ച ശേഷം അവനിരുന്നു. സിനഗോഗിലുള്ള എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾ നോക്കണം, അവിടെ കേട്ടിരുന്നവർ ഈ നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. This word has been fulfilled to your hearing today. പ്രവാചകൻ ആരെക്കുറിച്ച് പറഞ്ഞു അത് നിവൃത്തിയായിരിക്കുന്നു. What the prophecy was behind the prophet has been fulfilled today. ഇന്നലെ പറഞ്ഞു ഇത്. It was read also yesterday. സ്ഥലം എവിടെയാണ്? നസറത്ത്. That was in Nazareth.
ഇന്നിപ്പോ ഇതാ തൊട്ടടുത്ത് 31-ാമത്തെ വാക്യത്തിൽ അവിടെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനഹൂമിലെത്തി. Today he went to Capernaum. നസറത്തിൽ ഇന്നലെ ചെന്നു, Yesterday was in Nazareth. ഇന്ന് കഫർനഹൂമിലെത്തി. Today is in Capernaum. ജെറുസലേം ദേവാലയം എന്ന ഒറ്റ ദേവാലയമേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റ ദേവാലയത്തിൽ പോകാൻ കഴിയാത്തവർക്കെല്ലാം കുട്ടിപ്പള്ളികളുണ്ട്. There was only one temple, but there are so small synagogue synagogues. എന്നാണ് അറിയപ്പെടുന്നത്. It's called synagogues. കൊച്ചിയിലൊക്കെ ഉള്ളവർക്ക് വേണേൽ പോയി കാണാം. മട്ടാഞ്ചേരിയിലെ സിനഗോഗ് എന്ന് അറിയപ്പെടുന്നത് യഹൂദര് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. The temple, the priest is in charge. Yes, in synagogue, the scribes. Scribes is in charge. അതെ, ദേവാലയത്തിൽ പുരോഹിതന്മാരാണ് അതിന്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ ശാസ്ത്രിമാരാണ് സിനഗോഗിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം But നൽകുന്നത്. there is the animal sacrifice. Here's no sacrifice. ഇവിടെ യാഗമൊന്നുമില്ല. കാരണം യാഗപീഠമോ യാഗവസ്തുവോ അങ്ങനെയില്ല. ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ റീഡിങ്ങിന് വേണ്ടിയുള്ള ഒരു പുൽപ്പിറ്റ് ഉണ്ട്. ആ റീഡിംഗ് നിന്ന് വായിക്കുന്നു. അവിടെ എന്തെങ്കിലും എക്സോട്ടേഷൻ നടത്തുന്നെങ്കിൽ നടത്തും. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ സിനഗോഗുകൾ അവിടെ ഇവിടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ ഗ്രാമത്തിലെ മറ്റൊരു സിനഗോഗിൽ കഫർനഹൂമിലേക്ക് എത്തുകയാണ്. ഇന്നലെ നസറത്തിലായിരുന്നു. Yesterday he was in Nazareth. Today he is in Capernaum in a synagogue. നസറത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞു മാനിഫെസ്റ്റോ, നസറത്ത് മാനിഫെസ്റ്റോ എന്നാണ് അത് അറിയപ്പെടുന്നത്. It's called Nazareth Manifesto. നസറത്ത് മാനിഫെസ്റ്റോ ആയിരുന്നു. ഇപ്പൊ നമ്മൾ മാനിഫെസ്റ്റോയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലേക്ക് വരുക, ഇലക്ഷനൊക്കെ. അപ്പൊ നസറത്ത് മാനിഫെസ്റ്റോ ആയിരുന്നു. എന്റെ രാജ്യം വരുമ്പോൾ ഇതൊക്കെ നടക്കും. കർത്താവ് ഒരു മാനിഫെസ്റ്റോ തന്നെ ഇറങ്ങി. Jesus brought the manifesto. In my kingdom these things are going to happen. ദരിദ്രരോട് സുവിശേഷം അറിയിക്കപ്പെടും, ബന്ധിതർക്ക് മോചനം, അന്ധന്മാർക്ക് കാഴ്ച, അടിച്ചമർക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന്റെ സ്വീകാര്യവും വത്സരവും പ്രഖ്യാപിക്കുവാനായിട്ട് അവിടെ തന്നെ അയച്ചിരിക്കുന്നു. Freedom to prisoners and freedom from those who are in bondage. ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റോയാ, വേണേ വായിച്ചു. That is the manifesto of the kingdom of എന്നിട്ട് God. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, ഇപ്പോൾ ഈ തിരുവെഴുത്ത് നിങ്ങൾ കേട്ടപ്പോൾ ഇതിന് നിവൃത്തി വന്നിരിക്കുന്നു. Today this hearing has been fulfilled in your life. ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആയത്. They were confused. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് എന്നിട്ട് ഇവിടെ പറയുന്ന എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയും. അവന്റെ നാവിലെ കൃപാവ് വാക്കുകൾ കേട്ട് അതിശയിക്കും. ഇവൻ ജോസഫിന്റെ മകനല്ലയോ, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തി. കർത്താവ് പറയുകയാണ്, ഇന്ന് കഫർനഹൂമിൽ ചെയ്ത അത്ഭുതങ്ങൾ അവിടെ നിന്റെ സ്ഥലത്തും ചെയ്യുക എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അസാധാരണമായ പ്രബോധനമാണ്. മറ്റു ചിലർ പറഞ്ഞു കഫർനഹൂമിൽ കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യുക, മറ്റു സ്ഥലത്തും അത്ഭുതങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു ഈശോയെ വിമർശിക്കുകയാണ്. They were astonished as his teaching him. രണ്ട് ഉദാഹരണങ്ങൾ യേശു ഇവിടെ പറയുകയാണ്. He brings two examples. ഇത് ഭയങ്കര രസകരമാണ്. നിങ്ങളിത് വായിക്കാൻ കഴിയുമെങ്കിൽ. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകാര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് 25-ാമത്തെ വാക്യത്തിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവമാരുണ്ടായിരുന്നു. എന്നാൽ 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെട്ട് ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിലെ സറാപാത്തിലെ ഒരു വിധവയുടെ അടുക്കൽ മാത്രമേ, ഒരു വിധവയുടെ അടുക്കൽ അല്ലാതെ മറ്റാരുടെ അടുക്കൽ ഏലിയായെ അയച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്. Jesus is telling that to one woman, widow. There were so many widows, but to the one particular widow. To the one particular widow only Elijah was sent for. Hallelujah. ഏലിയ അയക്കപ്പെട്ടിരുന്നുള്ളൂ. അപ്പൊ ഇത് ഇവരെ ഭയങ്കരമായിട്ട് കോപാകുലരാക്കുകയാണ് ഈ ഉദാഹരണം. ഞാൻ എന്തുകൊണ്ട് അവരെ അത് കോപാകുലരാക്കിയെന്ന് ഞാൻ പറയാം. When they listen to these examples, they were രണ്ട് എക്സാമ്പിൾ യേശു പറയുന്നു. ഏലിയാവിന്റെ കാലത്ത് ഒത്തിരി വിധവമാരായിരുന്നു, ഒരു വിധവയുടെ അടുത്ത് അയച്ചുള്ളൂ. രണ്ടാമത് ഏലീശയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, നയമാൻ മാത്രമേ സുഖമായുള്ളൂ. The time of Elisha, there was a lot of widows, but he went to only one person. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപം നിറഞ്ഞവരായി. They became angry at him. നല്ല കാര്യമല്ലേ അവർ പറഞ്ഞു, സന്തോഷപ്പെടുന്ന നല്ല കാര്യമല്ലേ അവർ പറഞ്ഞു. ഏലിയയുടെ കാലത്ത് ഒത്തിരി വിധവമാരുണ്ടായിരുന്നു, ഒരു വിധവയുടെ അടുക്കലേക്ക് അയച്ചിട്ടുള്ളൂ. ഏലീശയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, നയമാന് മാത്രമേ സൗഖ്യം കിട്ടിയുള്ളൂ. ഇത് പറയുമ്പോൾ എന്തിനാ ഇത്രയും കോപാകുലരാകുന്നത്? Why they became so angry at the time of Elijah? There were so many widows, but only one widow. At the time of Elijah, there is many lepers, but he went to one. ഇത് പറയുമ്പോൾ എന്തിനാ കോപാകുലരാകുന്നത്? I don't know why they are getting angry at him. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ വിട്ട് അവരുടെ ഇടയിലൂടെ നടന്നുപോയി. They became angry and they even want to destroy him, to push him down. ഇതാ ഇന്നലത്തെ കാര്യം. That is yesterday's incident. ഏതാ സ്ഥലം എവിടെയാ? That was in Nazareth. നസറത്തില് പ്രസംഗിക്കുകയായിരുന്നു. He was preaching മാനിഫെസ്റ്റോ ഒക്കെ കൊടുത്തു. He gave the manifesto. അവർ അത്ഭുതം ചോദിച്ചു.
They asked for miracles. യേശു പറഞ്ഞു അത്ഭുതമൊന്നുമില്ല, Jesus said, no miracles today. അത്ഭുതമേ ഇല്ല. There's no miracles today. ഏലിയാടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, At the time ഏലീശയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, At the time of ഏലിയാടെ prophets- കാലത്ത് ഒത്തിരി വിധവമാരും At ഉണ്ടായിരുന്നു. the time of the prophets, there were many lepers as well as widows. രണ്ടുപേരെ ഒരിടത്തേക്ക് ദൈവം അയച്ചുള്ളൂ. But God sent them to one particular place. പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം വിധവമാരെ പോലെയാണ്. It's all like widows. നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ടില്ല എന്നെ. I'm not being sent to you. എല്ലാത്തിനും കുഷ്ഠവാ, Everyone has leprosy. പക്ഷെ ചിലർക്ക് സൗഖ്യം കിട്ടുന്നുള്ളൂ. Only few are getting healed. ഇതാ കർത്താവ് പറഞ്ഞേ. That's ഇത് what he said. കേട്ടപ്പോ അവർക്ക് കോപം When നിറഞ്ഞു. they heard it, they became angry. കാരണം വിധവയാകുക എന്ന് പറയുന്നത് ശാപം അവരുടെ മുമ്പിൽ, When it's a widow, that's a curse. കുഷ്ഠം പിടിക്കുക എന്ന് പറഞ്ഞ ശപിക്കപ്പെട്ട അവസ്ഥ അവരുടെ മുമ്പിൽ. When you have leprosy, it's a curse. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീടായി തള്ളിയിടാൻ ഈശോയെ They try to push him down. അവൻ അവരുടെ ഇടയിൽ നിന്ന് അവിടെ വിട്ടുപോയി. He walked in between and went. ഇതാ ഇന്നലെ That was yesterday. ഈ ഓർമ്മ വെച്ചിട്ട് അടുത്ത ദിവസം കവർണഭൂമിയിലോട്ട് പോന്നേ. With this mindset, they are going to Capernaum. അപ്പൊ ഇന്നലത്തെ ഓർമ്മ എന്നാ? What was yesterday? പ്രസംഗം കഴിഞ്ഞു, After the preaching, പ്രസംഗം കേട്ടവരെല്ലാവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, they sent him out of it. പുറത്താക്കി, They sent him out of it. പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി They took him up to the mountain. തലകീടാൻ തള്ളിയിടാൻ They tried ശ്രമിച്ചു. to pull him down. ഇതാ ഇന്നലത്തെ സംഭവം. That was yesterday. ഇന്നിതാ അതേ പോലത്തെ ഒരു സിനഗോഗ്, There's another synagogue here. കഫർനഹൂമിൽ ഒരു But സിനഗോഗ്. this is in Capernaum. യേശു പ്രസംഗിക്കാൻ പോയി. Jesus preaching. ഇന്നലെ ഏത് ദുരാത്മാവാണോ അപ്പുറത്തെ സിനഗോഗിൽ പ്രവർത്തിച്ചത്, അതേ ദുരാത്മാവ് തന്നെ ഇവിടെയും സജീവമാണ്. The same unclean man who was in Nazareth, right now he is in Capernaum also. കഫർനഹൂം ഇന്നലെ ചെയ്തു തന്നെ ഞങ്ങൾ ചെയ്യൂടാന്ന് പറഞ്ഞിരിക്കുകയാണ്. He did the same thing. പ്രസംഗം തുടങ്ങി പതിവ് പോലെ, Usually he വായന started, തുടങ്ങി പതിവ് he പോലെ. started reading. വായന തുടങ്ങിയപ്പോ പറഞ്ഞു ആ വായിച്ചോ കുഴപ്പമില്ല. They said, okay, continue, read on. കുറച്ച് കഴിയുമ്പോൾ നിന്നെ ഞങ്ങൾ പിടിക്കും. After some time, we will catch you. ഇന്നലെ ഞങ്ങൾ നിന്നെ ബന്ധിച്ചു, Yesterday we tried. ഇന്ന് ഞങ്ങൾ നിന്നെ ബന്ധിക്കും. Today we'll. അശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെയാണ്. The demons, they work ദൈവത്തിന്റെ through unclean ആത്മാവിനും spirit. പ്രവർത്തിക്കാൻ ശരീരങ്ങളെ വേണം, ദുരാത്മാവിനും പ്രവർത്തിക്കാൻ ശരീരങ്ങൾ. God needs bodies, as similarly the unclean spirit needs human beings. ദുരാത്മാവിനെ പ്രവർത്തിക്കാൻ ശരീരത്തെ വേണമായി. The unclean spirit needs ഇവിടെ a ഒരു human being. ശരീരത്തെ കിട്ടി. He got a body. അത് ആ കഫർനഹൂമിലെ സിനഗോഗിൽ ഇരുന്ന ഒരു ശരീരമാണ്. That's what sitting in the synagogue in Capernaum. യേശു ഒരു വാക്കിൽ പോലും പിശാചിനെ ബന്ധിച്ചില്ല. Jesus did not bind them. യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി. Jesus started preaching. മർക്കോസിന്റെ രേഖയിൽ നിങ്ങൾ നോക്കണമേ, Hallelujah. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് ഇവിടെ ഇത് വിശദീകരിക്കുന്ന ഈ ഭാഗത്ത് എത്ര ഗംഭീരമായിട്ടാണ് ഇത് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിരാവിലെ ഇത് ഈ സൗഖ്യം നടക്കുന്ന ഘട്ടം നിങ്ങൾ കാണുക. നിയമജ്ഞരെ പോലെയല്ല അവൻ പ്രസംഗിച്ചത്, അവന്റെ വാക്കുകൾ അധികാരത്തോടെ ആയിരുന്നു. He began to teach them with authority, not like the scribes. അധികാരത്തോടെയുള്ള വചനം കേറിയപ്പോൾ, When he started speaking the word with authority, നാസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? Jesus of Nazareth, have you come to destroy us? 4 കാര്യം ശ്രദ്ധിക്കുക. 4 things there. ഒരാളാണ് സംസാരിക്കുന്നത്, The same one is, ഒരാളാ the സംസാരിക്കുന്നത്, same one man is speaking. ഒരു ഇൻഡിവിജ്വലാ One സംസാരിക്കുന്നത്. individual is speaking. പക്ഷെ പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്താണ്? But he's saying, why are you interfering with us? ഈ അസ് എവിടുന്ന് വന്നു? Where the us came. അതാണ് നമ്മൾ അറിയേണ്ടത്. That's what you have to അപ്പൊ understand. ഒരു വ്യക്തിയിൽ In one person, ഒന്നിലധികം ദുരാത്മാക്കൾ many unclean spirits സജീവമായിരിക്കുന്നു. is residing. അവരെന്തൊക്കെയോ വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുക. They're planning something. ആ പദ്ധതികളിൽ മുഴുവൻ യേശു ഇടപെടുന്നു എന്ന് അവർ തന്നെ പറയുന്നു. Then they are saying that why are you interfering with our affairs? എപ്പോ അത് സംഭവിച്ചു? When that happened, 21 മുതൽ 28 വരെയുള്ള മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം വായിച്ചു നോക്ക്. Mark chapter 1 verse 21 to 27. യേശു ഇടപെട്ടിട്ടേ ഇല്ല. Jesus did not interfere in that. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം വായിച്ചു നോക്ക്. യേശു ഇടപെട്ടിട്ടേ ഇല്ല. Luke chapter 4 he did not interfere. പക്ഷേ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പറയുകയാണ്, The unclean spirit man was saying, അവൻ അലറി, he cried out, നാസറേയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. have you come to destroy us? I know who you are, the Holy One of God.
അധികാരത്തോടെ വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോ, when with authority he was speaking the word, സാത്താൻ പറയുന്നു നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. the Satan is telling, why are you interfering in our പിശാച് work? ബാധിച്ച മനുഷ്യൻ പറയാ നീ ഞങ്ങളുടെ കാര്യത്തിൽ The ഇടപെടുകയാണ്. man with the unclean spirit was saying, why are you interfering in our work? ഇന്ന് വചനം അധികാരത്തോടെ ഇറക്കപ്പെടുമ്പോ The word came and started disturbing them. പൈശാചികമായ വലിയ തന്ത്രങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കരമടിച്ച് നമുക്കൊന്ന് The യേശുവിന് area of ആരാധന unclean കൊടുക്കാം. spirit, the power of the word of God is interfering. അയ്യോ, ഹല്ലേലൂയ. Hallelujah. പദ്ധതികളെ തകർത്തോണ്ടിരിക്കുക. Every plans has been destroyed. പ്ലാനുകൾ ഉടഞ്ഞുകൊണ്ടിരിക്കുക. All the plans been broken. എല്ലാ പതിയിരിപ്പുകളും അവസാനിച്ചുകൊണ്ടിരിക്കുക. Everything is being destroyed. നിങ്ങൾ ശാസിക്കുകയും ഭത്സിക്കുകയും ഒന്നും വേണ്ട. You need not even bind or ഇറങ്ങി loose. വാടാ സാത്താനേ എന്ന് പറയണ്ട. Come out unclean. You need not say anything. വചനം അധികാരത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ Preach തന്നെ the word with authority. അതിന്റെ ശക്തിയാൽ കെട്ടുകളഴിയും. The power of that, the അതിന്റെ bondages will ശക്തിയാൽ ബന്ധനങ്ങൾ പൊട്ടും. bondages will be loose. കരമുയർത്തി വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. Hallelujah. യേശുവേ ആരാധന. Hallelujah. ഹല്ലേലൂയ. ഇപ്പോ ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുകയാണ്. Right now you are listening to the word of God. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ When you listen to the word of God, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ നമ്മൾ കാണാത്ത മേഖലയിൽ there will be സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. interference in the unseen world which we cannot see. That's the word. The unseen worldil സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Unseen world, something is happening when the word of God goes. ദൃശ്യലോകത്തിൽ കാണുന്നത് നിൽക്കുന്ന യേശു, പ്രസംഗിക്കുന്ന In യേശുവാണ്. the seen world he is standing and preaching. പക്ഷേ അദൃശ്യലോകത്തിൽ സാത്താന്റെ ഓരോ കുരുക്കുകളെയും തന്ത്രങ്ങളെയും അഴിച്ച് പൊട്ടിച്ച് ബന്ധിതർക്ക് മോചനവും തടവുകാർക്ക് വിമോചനവും നൽകുന്ന കർത്താവിന്റെ അഭിഷേകം But in ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. the unseen world there is freedom to all the powerful and authorities. ഹല്ലേലൂയ, And there is ഹല്ലേലൂയ. freedom. കാരണം ഇതാ നസ്രത്ത് മാനിഫെസ്റ്റോയിൽ തൊട്ടുമേൽ യേശു പറഞ്ഞത്. That's what is said in Nazareth manifesto. കുരുടർക്ക് കാഴ്ച, ഊമർ സംസാരിക്കുന്നു, Eyes, ബന്ധിതർക്ക് വിടുതല്. freedom. എന്നതായി പറഞ്ഞത്? What was he saying? ഇതെങ്ങനെ സംഭവിക്കും? How can it happen? ദൈവവചനം പ്രസംഗിക്കുമ്പോൾ. When you preach the word of God. ഞാൻ ഇന്ന് രാവിലത്തെ മലയാള മനോരമയിലെ ഒരു കോളം വായിച്ച് പ്രസംഗിച്ചാൽ ഇത് സംഭവിക്കില്ല. When I read the main news, nothing will happen. ഏറ്റവും ഇഷ്ടമുള്ള നോവൽ വായിച്ച് പ്രസംഗിച്ചാൽ ഇത് നടക്കുകയില്ല. When you read the novel and speak something, nothing കഥയോ happens. കവിതയോ വായിച്ച് പ്രസംഗിച്ചാൽ ഇത് നടക്കുകയില്ല. Poets or anything, എന്നാൽ whatever you ദൈവത്തിന്റെ വചനം But when പ്രസംഗിക്കുമ്പോൾ you ഇത് preach the word of സംഭവിക്കും. God, something happens. നിങ്ങൾ അറിയാതെ അദൃശ്യ മണ്ഡലത്തിൽ വലിയ കാര്യങ്ങൾ In the സംഭവിച്ചു. unseen world, there will be some things are happening. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? Why are you interfering in our നീ എന്തിന് affairs? ഞങ്ങളുടെ കാര്യത്തിൽ Why ഇടപെടുന്നു? are you interfering in our affairs? ഞാനൊന്നും ഒരുപാട് ഉപദ്രവിക്കുന്നില്ല, ഞാനൊന്ന് പയ്യെന്ന് പറഞ്ഞു. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? Why are you interfering in our affairs? എപ്പോഴാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടെ? When did he interfere? അതാ നമ്മൾ അറിയണ്ടേ. That's what we have to know. ചില സമയങ്ങളിൽ ചില വചനം ഉരുവിടുവാൻ ചില സ്ഥലങ്ങളിൽ ചെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുമ്പോൾ ഈ വചനം ബൈബിളിലുള്ളതല്ലേ, ഇത് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് എന്നാ കാര്യമൊന്നും ചോദിക്കരുത്, വചനം ഉരുവിട്ടോണം. So when you start, when some places when you go and speak the word of God, the word of God will begin to work. പരിശുദ്ധാത്മാവിന്റെ നിറവില് നിന്നുകൊണ്ട് ഇപ്പോൾ എന്നോട് ചേർന്ന് ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോ എനിക്കങ്ങ് നേരമില്ലെന്ന് പറയരുത്. അതാ തരം തുറന്ന് പറഞ്ഞോണം. അതിനകത്ത് വലിയ അത്ഭുതം സംഭവിച്ചുകൊണ്ടേയിരിക്കും. Hallelujah. Keep responding to the word of God with the anointing of the Holy Spirit, because something is happening in the spiritual world. യേശു വേദിയിൽ നിൽക്കുന്നു. Jesus is standing on the pulpit. യേശു വായന നടത്തുന്നു. He is speaking. ഈശോ പുസ്തകം അടയ്ക്കുന്നു. He is reading and closing the book. ഈശോ അവിടെ നിൽക്കുന്നു, ഈശോ വായിക്കുന്നു, ഈശോ പുസ്തകം അടയ്ക്കുന്നു. പക്ഷേ പിശാച് പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക. And then why are you interfering in our kingdom? നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക. Why are you interfering in our ഇതാ ഇപ്പോൾ affairs? സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. That's happening right ഇതാ now ഇപ്പോൾ also. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. You are listening to the word. വേറെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല, You are not doing anything else. വചനം മാത്രം You കേട്ടുകൊണ്ടിരിക്കുന്നു. are listening just to the word. പക്ഷെ ഇപ്പോൾ But ഒന്ന് വിശ്വസിക്കുക, just believe. പല കാര്യങ്ങളിലും ദൈവത്തിന്റെ വചനം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. In many areas of your life, the word of God is പല interfering. കാര്യങ്ങളിലും ദൈവത്തിന്റെ വചനം In ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. different areas, the word of God is ദൈവത്തിന്റെ interfering. ആത്മാവ് The ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Spirit of God is interfering. അതിന്റെ ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുമെന്ന് ഉറയ്ക്കുന്നവർ അക്കരം And the miracles ചേർത്ത് start going to happen. യേശുവിന്റെ നാമത്തിൽ ഇത് Hallelujah. ഭയങ്കര നിർണായകമായിട്ട് ഇത് ഈ സമയത്ത് പറയുവാനുള്ള നിയോഗമുണ്ട്. Hallelujah. ഇന്നലത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. Yesterday's thing you don't remember. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തുനിന്ന് ഇപ്പൊ ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അവിടെ നിന്ന് എന്നെ പിടിച്ചു പള്ളിയിൽ നിന്ന് പുറത്താക്കി, പട്ടണത്തിൽ നിന്ന് പുറത്താക്കി, പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകിടാൻ തള്ളിയിടാൻ ശ്രമിച്ചു. യേശു മിണ്ടിയില്ല. എന്നെ പിടിക്കരുതെന്നോ എടുക്കരുതെന്നോ ഒന്നും മിണ്ടിയില്ല. In Nazareth, he was teaching and preaching.
Then he was taken out and tried to be pushed out. ഇന്നലത്തെ നസറത്തിലെ വിജയം ആഘോഷിച്ച സകല കുട്ടിഭൂതങ്ങളും ഇന്ന് കവർണഭൂമിയിൽ ഹാജരാണ്. ഇന്നലത്തേക്കാ വലിയത് ചെയ്യണമെന്ന് പറഞ്ഞു. Hallelujah. Those demons which took victory in Nazareth, right now they're all gathered in Capernaum also. They want to take more authority. ഇന്ന് അതിന്റെ ടൈം But വന്നിരിക്കുകയാണ്. it's the time. ഹല്ലേലൂയ. ഇന്നലെ നീ എന്റെ കാര്യത്തിൽ ഇടപെടുവായിരുന്നു, ഇന്ന് ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടുവാ. Yesterday you interfere in our affairs. Today we are going to ഇന്നലെ ഞാൻ interfere in ours. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ നീ ഇടപെടുവായിരുന്നു, ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകും. Today I am going to interfere in your affairs. ഇതാ ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണെന്ന് That's the time of God interference in our life. ഒന്ന് അധരം തുറന്നൊന്ന് സ്തുതിക്കാൻ Speak തുടങ്ങി. it out. നിങ്ങൾ Today is my time. ഓരോ മക്കള് ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്റെ വിഷയം ദൂരത്തിരിക്കുന്നു, ഞാൻ വചനം കേൾക്കുന്നു, എന്റെ 100 വിഷയങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്നു, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം ശക്തിയോടെ അധികാരത്തോടെ ഇറങ്ങുന്ന ഈ സമയത്ത് എന്റെ വിഷയം ഇരിക്കുന്ന ഇടത്ത് ഒരു അസാധാരണമായ ദൈവിക ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മകനാകട്ടെ, മകളാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, ജോലി സംബന്ധമാകട്ടെ, എല്ലാ മേഖലയിലും ഇത് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അധരം തുറന്ന് ഒന്ന് സ്തുതിച്ചോണ്ട കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് Oh, you are സ്തുതിക്കാൻ. sitting here. The word of God is coming and interfering in every areas. Maybe a physical, maybe a spiritual, any areas. Maybe about your children, maybe about your job. It's interfering. Something is happening in the spiritual world. Hallelujah. നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? Why are you interfering in our നീ എന്തിനാ affairs? ഞങ്ങളുടെ കാര്യത്തിൽ Why ഇടപെടുന്നത്? are you interfering in our ഇന്നലെ നീ affairs? എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെട്ടെ? Why did you interfere in our affairs? ചൊരിച്ച് തിരിച്ച് ചോദ്യം, ഇന്നലെ നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെട്ടെ? He's asking the same thing. Why are you interfering? Yesterday you were. ഇന്നലെ നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെട്ടെ? ഇന്ന് ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ Today I പോകുന്നു. am going to interfere in your affairs. ഹല്ലേലൂയ. നീ Hallelujah. ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. Are you come to destroy us? നീ ആരാണെന്ന് എനിക്കറിയാം. I know who you are. തൊട്ട് മേളത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. അവരുടെ സംസാരം നടക്കുക, ഇവൻ യോസഫിന്റെ മകനല്ലേ, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവൻ തച്ചനല്ലേ, ഇവൻ തച്ച കൊച്ചനല്ലേ, ഇവൻ ഒടിഞ്ഞ മേശയും ചെരിഞ്ഞ മേശയും ശരിയാക്കി നടന്നവനല്ലേ, 30 വർഷം നമുക്ക് അറിയാവുന്നവനല്ലേ, അവിടുത്തുകാരനല്ലേ, ഇവിടുത്തുകാരനല്ലേ. പക്ഷെ സാത്താൻ ഒറിജിനൽ ആയിട്ട് വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. The above few verses above here, there was confusion about who he is. But right now, Satan knows exactly he is the Son of God. മനുഷ്യനറിയത്തില്ല, മനുഷ്യനറിയത്തില്ല. Today the same question is to everyone. Even the demonic world could recognize the Son of God. പൈശാചിക ലോകം എന്നും തിരിച്ചറിയുന്നു യേശു ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന്. And then now we people who God is residing us, we don't know who God is for us. നമ്മളെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളായി നമ്മൾ ഇപ്പോഴും കൺഫ്യൂഷനില്ല. നമ്മുടെ ദൈവം ഏകനാണോ, ത്രിയേകനാണോ, 3 വ്യക്തിയാണോ, 3 സാരാംശമാണോ, 3 സത്തയാണോ, 3 സത്ത ഒന്നിൽ സമ്മേളിച്ചിരിക്കുകയാണോ, സന്തതയും സാരാംശമാണ്. നമ്മൾ ആ കൺഫ്യൂഷനിലാണ്. So you have to settle who God is for you personally. ഇവിടെയാണ് ആ വ്യക്തമായ ബോധ്യത്തിലേക്ക് നമ്മൾ വരേണ്ടിയത്. ഈ ദൈവം വ്യക്തിപരമായി നിനക്കാരാണ്. Hallelujah. അവിടെയാണ് ആ ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് വരേണ്ടത്. ഈ ദൈവം വ്യക്തിപരമായി നിനക്കാരാണ്. 23-ാമത്തെ വചനം അവർ പറഞ്ഞു, ഇവൻ യോസഫിന്റെ 22 എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് കേട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ യോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. Some said he is the son of Joseph, isn't it? ഈ ഒരു നോളജിലാണ് ലോകം നിൽക്കുന്നത്. So He is a biological son. Hallelujah. The whole world's knowledge is he's a biological son. ഇതൊരു ഭൗമികമായ മകൻ. Hallelujah. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. But he is the son of the holy God. അയ്യോ, ഈ ഇൻവിസിബിൾ വേൾഡിൽ സംഭവിക്കുന്ന ഈ കാര്യം ഇന്നൊന്ന് കാണാൻ കഴിഞ്ഞു. Just see what is happening in the invisible world. ദൈവത്തിന്റെ വചനം നിങ്ങളൊന്ന് ഉരുവിടാൻ തുടങ്ങി. When you speak the word of God, അധരത്തിലൊന്ന് വിളിച്ചു പറയാൻ speak തുടങ്ങി. it out through your mouth. അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes I have been healed. രോഗികളായ മക്കൾ All കരമുയർത്തി those who are പറഞ്ഞു, sick, അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. by his stripes I am being healed. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് കരം വെച്ചുകൊണ്ടൊന്ന് വിളിച്ചു പറഞ്ഞേ, അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Put your hand over the sick part and then say, by his stripes I am being healed. അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By his stripes I have been healed. ഇത് വിളിച്ചു പറയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? When you are speaking this, what is happening? ഈ വചനത്തിനകത്ത് ഒരു അധികാരമുണ്ട്. There's an ഈ authority and power in വചനത്തിനകത്ത് ഒരു that word. അധികാരമുണ്ട്. There is a power in ഈ that word. വചനത്തിനകത്ത് ഒരു അധികാരമുണ്ട്. Because the word of God is living and active and powerful. ആ വചന
വചനത്തിന്റെ അധികാരം ചില ഇടപെടലുകൾ നടത്തും. The word will go and interfere in certain areas. ഇടപെടലുകൾ നടത്തും. It will interfere in ആ certain areas. ഇടപെടലുകൾ നടത്തപ്പെടുമ്പോഴാണ് സാധാന്യ ലോകം നിലവിളിച്ച് പറയുന്നത്, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് When the interference start coming, then നിങ്ങൾ the ഞങ്ങളുടെ കാര്യത്തിൽ unseen world will say, നീ why ഞങ്ങളുടെ are you? കാര്യത്തിൽ ഇടപെടുന്നത്? Why are you interfering in our affairs? ഇന്ന് സാത്താന്റെ സകല കാര്യത്തിലും ഇടപെട്ടവന്റെ സകല തന്ത്രങ്ങളെയും തച്ചുടയ്ക്കുന്ന വചനത്തിന്റെ അധികാരം സജീവമായിരിക്കുക. ഇപ്പൊ Hallelujah. വിളിച്ചോ യേശുവേ എന്ന് കരമുയർത്തി വിളിച്ചോ. Save this word because every unclean spirit is going to go. ഇപ്പൊ വിളിച്ചോ കരമുയർത്തി യേശുവേ. യേശുവേ, യേശുവേ. Hallelujah. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതാണ് ക്രൂഷ്യൽ ടൈം. ആ സമയത്ത് വചനം സജീവമായി ഇരുന്നപ്പോൾ സാധാന്യ തന്ത്രങ്ങൾ ഓരോന്നായി തകർക്കപ്പെട്ടു. Hallelujah. When the word was active, all the demonic realms start trembling. ഇതെന്നാന്നറിയോ, ഇവിടെ പിശാചില്ലെന്നോ പിശാചിന്റെ പ്രവർത്തനമില്ലെന്നോ ഒന്നും അല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തിൽ മറയുന്നവന് അസാധാരണമായ സംരക്ഷണമുണ്ട്. When you hide in the word of God, there is a great divine protection. ദൈവത്തിന്റെ വചനത്തിന്റെ വലിയൊരു മറ നിന്റെ ചുറ്റിലുമുണ്ട്. ഇവിടെ അലറി നിലവിളിച്ച് പറയാ, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ certain കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. We have planned certain things. Why are you interfering in our affairs? ഞങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാ കാര്യങ്ങൾ? What are the plans? ആ പ്ലാനുകൾ ഞങ്ങൾ നീ എന്തിനകത്ത് ഇടപെടുന്നത് എന്തിനാ? Why are you interfering in our ഇതാണ് plans? തന്ത്രങ്ങളുടെ അകത്ത് ദൈവം ഇടപെട്ടിട്ട് അതിനെ ശിഥിലമാക്കി കളയും. God is destroying all their plans. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ശിഥിലമാക്കി കളയും. Everything that they have planned has been completely broken off. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് അവൾ ഇന്നടത്ത് പോകണം, നാളെ അവൾ ഇവിടെ വരണം, നാളെ അവൻ ഇങ്ങനെ വരണം, ഇതെല്ലാം ഞങ്ങൾ എല്ലാം തച്ചുടയ്ക്കപ്പെടും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇറങ്ങും. The demonic has planned certain things in your life, certain things will happen. But the word of God will start and break off everything. ഒന്ന് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് റിലീസ് ചെയ്താട്ടെ. Release the word of God. ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറഞ്ഞാട്ടെ. Speak it out. ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കള് അധരം തുറന്ന് പറഞ്ഞേ, എന്റെ ദാരിദ്ര്യം യേശു കുരിശിൽ ദരിദ്രനായി മാറിയതാണ്. Hallelujah. Just speak the word of God. On the cross he became poor so that I could become rich in him. Hallelujah. Hallelujah. യേശു ദരിദ്രനായത് He became poor അവിടുത്തെ ദാരിദ്ര്യത്താൽ so that by that ഞാൻ അനുഗ്രഹം I could be അനുഭവിക്കാനാണ്. blessed. ഈ വചനം നിങ്ങൾ പറയുമ്പോൾ When you speak this word of God, ഇടപെടൽ നടത്തുകയാണ്. there is some interference. ഇന്റർഫറൻസ് There's some നടത്തുകയാണ്. interference. ഏതിനാ ഇടപെടൽ നടത്തുന്നത്? നിരന്തരം കടഭാരത്തിന്റെ ക്ലേശം നീ അനുഭവിക്കണം. ഈ നാട്ടിൽ തല താഴ്ത്തി നീ തല കുനിച്ച് ഓടേണ്ടി വരും. ഇങ്ങനെയുള്ള സകല വൈശാചിക തന്ത്രങ്ങളുടെ അകത്തും ദൈവവചനത്തിലൂടെയുള്ള ഇടപെടൽ നടത്തുകയാണ്. ഏതോ ഒരു വചനം വിളിച്ചു When the പറയുമ്പോൾ word of God is speaking in the areas where there's been bondage by the devil, those areas has been broken off, so there's freedom in those areas. ആ മേഖലയിലേക്ക് നിങ്ങൾ ഒരു വചനത്തിന്റെ ബോംബ് ഇടുകയാണ്. Let us receive the word of God as a bomb into ഒരു that. വചനത്തിന്റെ ബോംബ് തന്നെ ഇടുകയാണ്. It's a bomb. The word of God is like a bomb. അത് പോയി അവിടെ പൊട്ടി ആ തന്ത്രങ്ങളെ മുഴുവൻ When it തകർക്കുകയാണ്. goes and breaks off, it breaks off every bondage. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? Why are you interfering in നീ our affairs? നശിപ്പിക്കാനാണോ ഞങ്ങളെ? Are you come to destroy us? നീ ആരാണെന്ന് എനിക്കറിയാം. യേശു 35-ാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം 4:35 യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, He said, be silent. അവനെ വിട്ടുപോവുക. Go. ആ പിശാച് ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് അവനെ വിട്ടുപോയി. The unclean spirit left him, pushing him down. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്. They were so astonished at the authority. അവർ അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. How can he cast out the unclean with such authority? അവ വിട്ടുപോകുകയും ചെയ്തു. They left him. ഹല്ലേലൂയ. Hallelujah. സ്തുതിക്കാം നമുക്ക്. Let's start. വചനവും അധികാരവും ഇത് ഞാൻ ഈ The word of പറയുന്ന God and the authority. ഈ വാക്യങ്ങൾ എന്നോട് ചേർന്ന് പറയുക, വചനവും അധികാരവും. The word of God and its authority. ചേർന്ന് പറയുക, വചനവും അധികാരവും Word of God and authority. സജീവമായി സഞ്ചരിക്കുമ്പോൾ When it moves, കരമുയർത്തി പറ, വചനവും അധികാരവും വചനവും അധികാരവും സജീവമായി സഞ്ചരിക്കുമ്പോൾ സജീവമായി സഞ്ചരിക്കുമ്പോൾ സകല തന്ത്രങ്ങളും ഗൂഢാലോചനകളും തകർക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ആധിപത്യങ്ങൾ ഉറപ്പിക്കപ്പെടുകയും ചെയ്യും. യേശുവേ ആരാധന. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇപ്പൊ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക.
It's happening right now. When the, സിനഗോഗിൽ സംഭവിച്ചത് ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ what has സംഭവിച്ചുകൊണ്ടിരിക്കുക. happened in synagogue today, when you hear this word, it's വചനം happening. കേട്ടോണ്ടിരിക്കുമ്പോൾ That സംഭവിച്ചുകൊണ്ടിരിക്കുക. word is being നമ്മൾ fulfilled today. ഒരുമിച്ച് സ്തുതിക്കാൻ പോവുക. It's going to rejoice. ഒരുമിച്ച് സ്തുതിക്കാൻ We're പോവുക. going to thanks and give rejoice. ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. This is happening right now. ദൈവിക ഇടപെടലുകൾ The നടന്നുകൊണ്ടിരിക്കും. interference, godly കാണാത്ത interference മേഖലയില് in the unseen world. ഇന്നുള്ള കുറച്ച് സമയം നമ്മൾ ലൈവായിട്ട് പങ്കെടുക്കുന്നവർക്ക് വേണ്ടി വചനം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി We are going to pray for people who have been listening to us. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി For പ്രാർത്ഥിക്കാൻ all വേണ്ടി those listening, we are going to pray for you. രണ്ട് കാര്യം സജീവമായിട്ട് ഇറങ്ങും. Two things are happening. ഒന്ന് വചനവും രണ്ട് വചനത്തിന്റെ അധികാരവും. The word and the authority in that. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, വചനവോ വചനത്തിന്റെ അധികാരവും. കരമുയർത്തി പറ, വചനവോ Word and its authority. വചനത്തിന്റെ അധികാരവും. The authority of that word. അത് വ്യാപിക്കാൻ വേണ്ടി പോകും. That's going to spread. നമ്മുടെ ഇടയിൽ അത് സജീവമാവുകയാണ്. It's going to spread in between right now. അതുകൊണ്ട് ഇന്ന് രോഗികളായ മക്കൾ ഇപ്പോൾ തന്നെ സുഖമാകാൻ തയ്യാറായി. All those people who are sick, be ready to be healed right now. പെട്ടെന്ന് നിങ്ങൾ സൗഖ്യമാകാൻ തയ്യാറായി. Right now, suddenly the healings is going to take place. ഒരുപാട് സൗഖ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ Many തയ്യാറായി. healings are going to take place. വിളിച്ചു പറഞ്ഞേ, യേശുവേ. Hallelujah. വിളിച്ചു Yeshua. പറഞ്ഞേ, യേശുവേ. Yeshua. സ്തുതി. ഈ വേർഡ് ആൻഡ് ഇറ്റ്സ് അതോറിറ്റി, അതല്ലേ പ്രധാനമായിട്ട് അല്ലേ? Word and authority. വചനവും അധികാരവും വചനം അധികാരത്തോടെ അല്ലേ? ദൈവത്തിന്റെ മകനാണെന്നുള്ള തിരിച്ചറിവിലുള്ള അധികാരം. ആ അധികാരത്തിൽ വചനം സംസാരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിനകത്താണ് ഞാൻ നിൽക്കുന്നെന്നുള്ള ഉറപ്പില് അപ്പോഴാണ് ഈ അധികാരം പുറപ്പെടുന്നത്. അപ്പൊ ഈ വചനത്തിനകത്തൂടെ ഈ അധികാരം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പിശാച് ഏതെല്ലാം വ്യക്തികളെ എവിടെയെല്ലാം കെട്ടിയിട്ടുണ്ടോ അവിടെ മുഴുവൻ വചനത്തിനകത്തുള്ള ജീവൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. യേശുവിടെ ഒരു വാക്കുപോലും പിശാചിനോട് പറയുന്നില്ല. ആദ്യം പിശാച് ഇങ്ങോട്ടാ പറയുന്നത്. Jesus did not say anything. അല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. നിന്റെ റേഞ്ചിൽ പെട്ട കാര്യമല്ലോ, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇന്ന് ഇത് തന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ നാളുകളായിട്ട് പറയുക, പിശാച് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെട്ടിരിക്കുക. Some of us telling for many years the unclean spirit has been interfering in our affairs. പിശാച് കേറി ഞങ്ങളുടെ വീടങ്ങ് നരകമാക്കി. It has destroyed our house to be a hell. ഇവൾക്ക് ഇപ്പം 34 വയസ്സായി. ഇവളുടെ കാര്യത്തില് പിശാച് അങ്ങ് ഇടപെട്ട് ഈ പരുവത്തിലാക്കി ഇവളെ വെച്ചിരിക്കുകയാന്ന് പറയുക. ഇന്ന് ഇത്രയും കാലം ഇടപെട്ട പിശാചിന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ Hallelujah. തിരിച്ചും വേണ്ടേ? Yes. വേണ്ട എല്ലാ കാലത്തും വ്യക്തിമായ മതിയോ? ഇല്ല, ദൈവത്തിന്റെ ശക്തി നമ്മുടെ പ്രകടമാകുവാണ്. ഇപ്പോൾ ഒരു മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഒരു കള്ളനെ പോലീസിനെ തിരിച്ചറിയാൻ പറ്റും. പോലീസിനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവൻ പിൻവലിയുക. കാരണം കള്ളനെ സംബന്ധിച്ചോളം പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാനും അവനെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ ദൈവത്തിന്റെ വചനത്തിന് എല്ലാവിധ ശക്തിയുമുണ്ട്. അത് നമ്മുടെ പേര് കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിന്മ നമ്മളെ വിട്ടുപോകുന്നതായിട്ട്. കള്ളം നിലവിളിക്കുക. സാറിന് കള്ളം പോലീസിനെക്കാളും മുങ്ങുവായിരുന്നേ. സിനഗോഗിലാണ്ട് മുങ്ങാൻ പറ്റിയില്ല. ഇല്ല, പോകാൻ പറ്റുന്നില്ല. അവൻ പിടിക്കപ്പെടാൻ പോവാണ്. അവൻ ബോധപോവാണ്. അവനത് പുറമേ പ്രകടിപ്പിക്കുകയാണ്. ഇതിപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് അവരെ വിടിവിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു. അത്ഭുതകരമായി, സംശയം വേണ്ട. കുറെ നാളുകൾ ആരാ അങ്ങനെ പറയുന്നത്? എന്റെ ബ്രദറെ, എന്റെ കുടുംബത്തിലേക്ക് നോക്കിയാല്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയാല്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് നോക്കിയാല്, ഞങ്ങളുടെ കാര്യത്തിൽ പിശാച് കുറെ നാളായിട്ട് ഇങ്ങനെ ഇടപെട്ടോണ്ടിരിക്കുക. Hallelujah. Who is the person that's saying that the unclean spirit has been interfering in our family for many years? നേരെ ബാറ്ററി തിരിച്ചോണം. Change that. നേരെ തിരിച്ചെന്ന് പറഞ്ഞോണം. ഇത്രയും നാളായി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക, എന്നാൽ ഇന്ന് നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്ന ദിവസം. Today we are going to interfere in your affairs. This is the day for that. സാത്താനേ, നിന്റെ തന്ത്രങ്ങളിൽ ദൈവിക ഇടപെടലിന്റെ സമയമായത്. It's time for God's interference in your kingdom. കുറെ കാലമായി, for many years you have been held us in bondage. കുറെ കാലമായി. ഹല്ലേലൂയ. Hallelujah. വേണമെന്ന് വെച്ച് കുറെ കാലമായിട്ട് അനുഭവിക്കുന്നു. Hallelujah. ഇനി അങ്ങനെ അല്ലേ? ഇനി മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനും വന്നിരിക്കുന്ന പിശാച് He's come to steal, kill and destroy. ഓരോ വ്യക്തികളെയും അതിന്റെ സമാധാനം മോഷ്ടിച്ച് ആ കുടുംബത്തെ നശിപ്പിച്ച് രോഗങ്ങളൊക്കെ കൊണ്ട് ഇട്ട് കൊല്ലാനായിട്ട് നിൽക്കുന്ന കള്ള പിശാച്, ഇന്ന് നിന്റെ ആ തന്ത്രങ്ങൾ ഇവിടെ അവസാനിക്കുകയാ. ഇന്ന് വചനത്തിന്റെ ജീവൻ ഇതിനകത്ത് ഇടപെടുകയും. Today is the day, the end of your day, of all your schemes.
The word of God is going to come in power and authority. നമ്മുടെ 9947389389 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ Yeah. കഴിഞ്ഞ ദിവസം തുടർമാനമായിട്ട് ഒരാളിങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഏതാണ്ട് 100-150 മെസ്സേജ് ഉണ്ട്, എല്ലാം വായിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ അവരുടെ മെസ്സേജിന്റെ അറ്റത്ത് അൺറീഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കുമല്ലോ, അൺറീഡ് ആയിട്ട് കിടക്കുക. അപ്പൊ ഞാൻ സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആ മെസ്സേജിലൂടെ പോവുകയായിരുന്നു. അപ്പൊ ആ മെസ്സേജിനകത്ത് ഒരു 67 മെസ്സേജോളം, ബ്രദറെ ഇത് 20 വർഷമായി തുടങ്ങിയിട്ട് 20 years of suffering. ഒന്നിനു പുറകെ ഒന്നായി പ്രഹരങ്ങളാണ്. One after the other. ഞങ്ങളുടെ ജീവിതത്തിൽ അവനങ്ങ് ഇടപെടുവാണ്. He is interfering in our life. ഞാൻ ആ സഹോദരിയുടെ പേരോർക്കുന്നില്ല. സഹോദരി, ഇത് വളരെ ബാലിശമായ തരത്തിലുള്ള സംഭാഷണം പോലെ തോന്നും, പക്ഷെ അല്ല. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. Today what I am trying to convey, I am speaking to you through this word. ഒന്ന് തിരിച്ചടപെട്ടാലോ? You realize, interfere in his affairs right now. Turn the plates up down. ഒന്ന് തിരിച്ചടപെട്ടാലോ? തിരിച്ചടപെടാൻ വേണ്ടി വചനവും അധികാരവുമാണ് ആവശ്യം. In order to interfere in his affairs, you need the word and the authority. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാ. You are hearing to the word of God. ഈ വചനത്തിലൂടെ ദൈവിക അധികാരം വ്യാപിക്കുന്നുണ്ട്. And the authority in that word is spreading. ഇപ്പം നിങ്ങൾ കൽപ്പിക്കുന്നത് എന്തോ അത് സംഭവിക്കും. Right now, whatever you speak, it's going to happen. അത് സംഭവിക്കും. It's happening right now. അത് സംഭവിക്കും. Speak. ഇപ്പോൾ ആ പുറകെ ഇരിക്കുന്ന വൈറ്റ് ഉടുപ്പിട്ട ആ ചേച്ചിയുടെ പേരെന്താ? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കരമയർത്തിക്കേ. ആ, എന്നാ പേര്? ലീന. ലീന ചേച്ചി, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ നടക്കുക ഈ സമയം. Right now, the Spirit of God is interfering in your life. നിങ്ങൾ ഉറച്ചു വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോണം. Call upon the name of the Lord. Jesus, call it out loudly. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ ഈ ഇടത്തെ വശത്തുനിന്ന്, ഈ ചെവിയുടെ പുറകെ മുതൽ ഈ ഒരു ഇടത്തെ വശത്തുനിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനാൽ I see the touch of God in the left side of your body. I see the glory of God descending upon you. ചെവിയുടെ പുറകെ മുതൽ വിരലിന്റെ തുമ്പ് വരെ ആ ഇടത്തെ വശം മുഴുവൻ കർത്താവിന്റെ ഇടപെടൽ നടക്കുന്നു. The left side from your face to the പരിശുദ്ധാത്മാവിനെ സ്പർശിക്കുകയാണ്. The Holy Spirit is touching you. ഈ നിമിഷത്തിൽ ഈശോയുടെ സ്പർശനം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഉറച്ചു വിളിച്ചോണം. എവിടുന്ന വരുന്നത്? ലീന. ലീന, നിങ്ങൾ ആ പുറകെ ഇരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചത് ഈ കണ്ട കാലം അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വചനം സജീവമായി നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു തിരികെ ഇടപെടൽ. Hallelujah. You are going to interfere. വേണ്ട. When you want it. അതിന്റെ സമയമായി. This is the time. അതിന്റെ മൊമെന്റ് ആയത്. This is the moment. ഒരു പരിധി വരെ ഒരു തിരിച്ചടിയുടെ സമയം. Hallelujah. ഒരു തിരിച്ചടി കൊടുക്കുവാനുള്ള സമയം. This is the time for this. നിങ്ങളെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കാൻ പോകുകയാണ്. The Holy Spirit is going to touch you. ഹല്ലേലൂയ. Hallelujah. യേശുവേ, നിന്റെ മകളുടെ മേലേക്ക് ഇറങ്ങി വരണമേ. Hallelujah. നിന്റെ മകളെ സ്പർശിക്കണമേ. Touch us. അസാധാരണമായ ഒരു ദൈവി. എല്ലാവരും കൈനീട്ടി പ്രാർത്ഥിച്ചേ. Unusual interference. ഇവരുടെ ഈ തോളിൽ എന്തോ ഉണ്ട്. ഇവിടെ ഈ തോളിൽ ഈശോയുടെ സ്പർശനം നടക്കുന്നുണ്ട്. ഈശോ ഇവരുടെ തോളിൽ നിന്ന് കെട്ടുകളെ അഴിക്കുന്നുണ്ട്. Something has been broken off from the shoulder. മാനിഫെസ്റ്റോ ഇവിടെ വ്യാപിക്കുന്നുണ്ട്. ബന്ധിതർക്ക് വിടുതല്, സ്വാതന്ത്ര്യപ്പെടുത്തും അടിമകളെ എന്ന് ഈശോ പറഞ്ഞത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണമേ, സജീവമായി ഇറങ്ങണമേ, ഇപ്പോഴിറങ്ങണമേ, സ്പർശിക്കണമേ. Hallelujah. സ്പർശിക്കണമേ. ഈ കൈ സ്ട്രെച്ച് ചെയ്തേ. എന്നാ പറ്റിയതാ? ആക്സിഡന്റ് പറ്റിയ കൈ ഇപ്പം പൊക്കത്തുമില്ല, പുറകോട്ടൊന്നും. ആക്സിഡന്റ് പറ്റിയതാ? അയ്യോ, ഞാൻ കാണുകയായിരുന്നു. ഞാനതാ വിളിച്ചപ്പോ തന്നെ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതെ. ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. She is coming for the first time. എവിടെ വെച്ചാ ഇതിന് ആക്സിഡന്റ് ഉണ്ടാകുന്നേ? Where did the accident happen? ബൈക്ക് ആക്സിഡന്റ്. സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീണതാ. ഇവിടെ ഇടിച്ചേ. അതിന് ശേഷമായത് ഉയരാതെ. She had a bike accident. ഈശോയുടെ നാമത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, the power of the word, പരിശുദ്ധാത്മാവിന്റെ ശക്തി, the power of the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇങ്ങോട്ട് നോക്കി. കർത്താവ് എന്നാ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? എന്നാ ചെയ്യുന്നത്? എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെന്നറിയോ? ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണാം. പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് ഈശോ പറയുകയായിരുന്നു, ഇവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ടത് പിശാചാണെങ്കിൽ
ഇന്ന് ഇടപെടുന്നത് കർത്താവിന്റെ കാര്യം. Today God is interfering in our affairs. കരമടിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. Hallelujah. ഇവരുടെ ജീവിതത്തിൽ മാത്രമല്ല, Not only in our life. ചങ്ങനാശ്ശേരി എന്നൊന്നുമില്ല. You did not come to Changanasheri. നിങ്ങൾ എവിടെയായിരിക്കുന്ന അവിടേക്ക് Wherever you are listening to this word, ദൈവത്തിന്റെ വചനം ഇറങ്ങുകയാണ്. the power of the word of God is descending. സജീവമായ ദൈവത്തിന്റെ വചനം It's interfering in your affairs. എന്റെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുകയാണ്. Today in your life, there's going to be interference of the word of God. ഓ, കരമടിച്ച് സ്തുതിച്ച്. Hallelujah, hallelujah, hallelujah. നമുക്ക് എഴുന്നേറ്റുന്നോണ്ട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റുന്നോണ്ട് Stand up and പ്രാർത്ഥിക്കാം. pray. എഴുന്നേറ്റുന്നോണ്ട് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray along with her. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, Hallelujah. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ശരീരങ്ങളെ സ്പർശിക്കണമേ, മനസ്സുകളെ വിടുവിക്കണമേ. ഓഹോ, വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധന വഴിയട്ടെ സ്തുതിച്ചോ യേശുവിനെ. പൊട്ടട്ടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ ബന്ധനമണിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധനമണിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. തൃക്കൊടിത്താനത്ത് വന്ന മകളെ, നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി ഈശോ വിടാൻ നിശ്ചയിച്ചാൽ ആർക്കെങ്കിലും അത് തടയാൻ കഴിയുമോ? Hallelujah. If God has been prepared to set you free, Hallelujah. who can be against it? എത്ര നന്ദി പറയും ഈശോയോട്. ഒത്തിരി ഒത്തിരി പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈ പുറകോട്ടൊന്നും പോകത്തില്ല. ഇങ്ങനെയൊന്നും പോകത്തില്ല. Hallelujah. പുറത്ത് തൊട്ടേ. ഹല്ലേലൂയ. നന്ദി യേശുവേ നന്ദി യേശുവേ കരമടിച്ച യേശുവിന് ആരാധന കൊടുക്ക്. സന്തോഷത്തോടെ പോ. വിളിച്ചേ. ഹല്ലേലൂയ. യേശുവേ നീ ചെയ്ത നന്മകൾ ഒരു ശരീരമല്ല, ഒരുപാട് പേര് ഈ സമയത്ത് സുഖമാവുന്നുണ്ട്. Many people are getting healed ഈ right now. ഹോളിനകത്ത് മാത്രമല്ല, Not only in this hole, ഈ പരിസരത്ത് മാത്രമല്ല, not only in the surroundings. ഈ ചുറ്റുപാടുകൾ മുഴുവൻ അഭിഷേകം ഇറങ്ങുന്നുണ്ട്. The anointing is spreading in all വചനത്തിന്റെ places. അധികാരത്തെ നിങ്ങളൊന്ന് The വിളിച്ചു. power of the word of God. ഒന്ന് കൺഫസ് ചെയ്യിച്ച് ഒന്ന് വിളിച്ചു പറഞ്ഞേ. യേശു എനിക്ക് വേണ്ടി. യേശു എനിക്ക് വേണ്ടി. യേശു എനിക്ക് ഒന്ന് വേണ്ടി. പറഞ്ഞോട്ടെ, യേശു എനിക്ക് വേണ്ടി. യേശു എനിക്ക് വേണ്ടി. കാൽവരി ക്രൂശിൽ കാൽവരി കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവത്തിന്റെ പൈതലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്റെ പിതാവായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. എന്റെ രോഗം, എന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും രോഗമുള്ള സ്ഥലത്തേക്ക് കൈവച്ചോണ്ട് പറഞ്ഞു എന്റെ ശരീരത്തിലുള്ള ഇത് അധികാരത്തോടെയുള്ള വചനമോ. ഇപ്പൊ തന്നെ അത് മാറും. രണ്ടാമത്തെ ആളെ ഇങ്ങോട്ട് വിട്. ഓടിവാ, ഇങ്ങോട്ട് വാടോ. അല്ലല്ല, ഇവിടെ ഇങ്ങോട്ട് വാ. Hallelujah. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞേ. Hallelujah. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കയറി നിന്നു. ഒറ്റ വിളിയായിരുന്നു. ചെരുപ്പൊന്നും വരണ്ട, ഇങ്ങോട്ട് കയറി നിന്നു. ഒറ്റ വിളിയാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പറഞ്ഞതല്ലേ ജീവിതാനുഭവം? ഈ പാവത്തിന്റെ ജീവിതാനുഭവമാണ് ഞാൻ പ്രസംഗിച്ചത്. ബ്രദറെ, എന്റെ ജീവിതത്തിൽ നിരന്തരമായി സാത്താൻ ഇടപെട്ട് ഞങ്ങൾ ഈ നിലയിലായിരിക്കുക എന്നാ പറയുന്നത്. Hallelujah. In our life, the unclean spirit has been interfered. She's been like that. ഇത് നസറത്ത് മാനിഫെസ്റ്റോയിലുള്ളതാ, നസ്രയന്റെ പ്രഖ്യാപനത്തിലുള്ളതാ. This is in the Nazareth manifesto. ബന്ധനം അഴിക്കുമെന്ന്, Bondage has been broken. കെട്ടുകളെ പൊട്ടിക്കുമെന്ന്. Hallelujah. It's just to be broken. നീ
അവിടെ നിന്നപ്പോ തന്നെ കർത്താവിനോട് പറയുകയായിരുന്നു, ഈ മകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വചനം പ്രസംഗിച്ചത്. Today this word was spoken for her. ഇന്ന് ഈ വീട്ടില് ഈ കവർണഫോമിൽ നടന്ന അത്ഭുതം നടന്നിരിക്കുക. The same miracle has happened in this house today. ഹല്ലേലൂയ. Hallelujah. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വർഗീസ് മോള് വന്നിട്ടുണ്ട്. മോളെ പാടാ. യേശുവേ, കുഞ്ഞിന്റെ ജീവിതത്തില് അവന്റെ പേരെന്നാടാ? ജസ്നി. ഭർത്താവ് ജസ്നി. ഈശോയെ, ഓ ഹല്ലേലൂയ. എല്ലാവരെയും കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, സ്ക്രിപ്ചർ എവിടെ? സ്ക്രിപ്ചർ എവിടെ? ലൂക്കായുടെ സുവിശേഷത്തില് 4-ാമത്തെ അധ്യായത്തിലാണ്. Luke chapter 4. നസ്രയനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോവുക. പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ഈശോയുടെ വചനമാണ്. That's the word of the God. ഈ വചനം വെച്ച് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഭവനം ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. എന്റെ മക്കളെ ഇന്ന് സ്പർശിക്കണം. ഭയങ്കരമായ ഒരു ദൈവിക ഇടപെടലിലേക്ക് നീ കുടുംബത്തെ നയിക്കണം. അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ ഇന്ന് ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ സമാധാനം. മോന്റെ പേര് ജസ്നി എന്നാണ്. ജസ്മി. മക്കളെ, മോൻ എന്നാ പഠിക്കുന്നു? 10ലെ പഠിക്കുന്നു. മോന് ചില സന്ദർഭങ്ങളെങ്കിലും ഞാൻ ഈ പറയുന്നത് അനുഭവമായിട്ടുണ്ടെങ്കിൽ പറയണം. അതായത്, ഞാനാണോ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ഇത് ഞാൻ തന്നെയോ എന്ന് ഞാൻ സംശയിക്കത്തക്ക തരത്തിൽ. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? എൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ, ഇത് ഞാനല്ല, എന്നെ വേറെ ആരോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു. എൻ്റെ സ്വയ ഇഷ്ടത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ സ്വയ ഇഷ്ടത്തിൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരോടും സ്നേഹമാണ്. പക്ഷേ എന്നെ ഞാൻ അറിയാതെ മരണത്തിലേക്കും ഉപദ്രവത്തിലേക്കും വേദനയിലേക്കും മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിപ്പിക്കുവാനുമൊക്കെ എന്നെ ഞാൻ അറിയാതെ ഏതോ ഒരു ശക്തി വിനിയോഗിക്കുകയാണ്.
ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. മോനെ, ഇന്ന് സ്വതന്ത്രമായിട്ട് കേട്ടോ. നീ എൻ്റെ കുഞ്ഞനുജത്തിയാണ് കേട്ടോ. നിന്നെ അതുപോലെ സ്നേഹിച്ചാ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. മോനെ, ഈ സമയത്ത് ഈശോയുടെ ശക്തി മക്കളുടെ മേലെ ഇറങ്ങുക. മോനെ, ഇന്ന് കർത്താവ് സ്വതന്ത്രമാക്കുക. എന്നോട് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ വാക്യം വായിക്കാൻ യേശു പറഞ്ഞു. അതേ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. കർത്താവിൻ്റെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കുക. യേശുവേ, ഈ കുഞ്ഞിനെ ഇപ്പോൾ സ്പർശിക്കണമേ. കണ്ണടച്ച് ഈശോയെ ധ്യാനിച്ചോ. ഈശോ, എൻ്റെ കുഞ്ഞിനെ ഇപ്പൊ സ്പർശിക്കണമേ. എല്ലാവരും കുഞ്ഞിനെ നേരെ കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച്, ഏക ആത്മാവിൽ പ്രാർത്ഥിച്ച്, സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈ കുഞ്ഞിന്ന് മുതൽ ഒരു ഏഞ്ചലിക് പ്രസൻസ് ആയി മാറട്ടെ. ഒരു ദൂത സാന്നിധ്യമായിട്ട് ഈ കുഞ്ഞിന്റെ സാന്നിധ്യം മാറട്ടെ. ഇവളുടെ പോക്കിലെ വരവിലെ ചെയ്തികളിലെല്ലാം അഭിഷേകം വ്യാപരിക്കട്ടെ. എങ്ങനെ ഈ മാറ്റം ഈ പൈതൽ വന്നു എന്ന് ചോദിക്കുമാറ് വലിയ ചലനം സംഭവിക്കട്ടെ. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. എല്ലാവരും സ്തുതിച്ചേ. യേശുക്രിസ്തുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അവളെ കർത്താവിന് വിടുവിച്ചയക്കുന്നല്ലോ. സാന്നിധ്യത്തെ ഈശോയുടെ സ്പർശനം നിന്റെ മകളുടെ മേൽ അയക്കുന്നല്ലോ. കഫർന്നഹൂമിൽ സംഭവിച്ചത്, What has happened in Capernaum? നസറത്തിൽ സംഭവിച്ചത്, What happened in Nazareth? ചങ്ങനാശ്ശേരി പാലാത്തറയിൽ It's happening in Changanasheri ഈ Palapa. മീറ്റിംഗ് നടക്കുന്ന ഇടത്തിൽ Right ഇപ്പോൾ now in this സംഭവിക്കട്ടെ. meeting, it's happening here. ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, Hallelujah. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് വരുത്തിയ സ്വാതന്ത്ര്യത്തിന് കരമടിച്ച് നന്ദി Thank പറയാം. you, Lord, for the freedom. ഇത് ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിലെ സംഭവം പോലെ തന്നെയുള്ള ഒരു സംഭവം. Hallelujah. The same incident which is നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ ഇടപെടല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വിളിച്ചത്. പക്ഷെ പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാ ഞാൻ ചോദിച്ച കൂടെ ആരാ വന്നിട്ടുള്ളത്? പെട്ടെന്നാണ് മോളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. നല്ലോണം പഠിക്കും, എല്ലാവിധ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പാട്ട് പാടും, എല്ലാം കൊണ്ടും പള്ളികളിലൊക്കെ പോകുമായിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതോടുകൂടിയാണ് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാ ഇപ്പൊ പ്രസന്റ് എന്നാ പ്രശ്നം? പേഴ്സണലായിട്ട് കർത്താവിന്റെ വലിയ സ്വാതന്ത്ര്യം എന്ന കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത് അവളൊരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നത്. Amen. ഹല്ലേലൂയ. പാട്ട് പാടുവാടാ, ഒരു പാട്ട് പാടുന്നോ? ഇത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം കേട്ടോ. ചരിത്രം മാറ്റിയിരിക്കുക. യേശു ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കവർന്നഹൂമിൽ വന്ന യേശു The same Jesus is in Capernaum. പിശാചിന് ഇടപെടാൻ സമയമായിരുന്നെങ്കിൽ It is time for the അവന്റെ പരിപാടികളിലും അവന്റെ തന്ത്രങ്ങളിലും നമുക്കിടപെടാനുള്ള സമയം വന്നിരിക്കുക. അത് അക്ഷരാർത്ഥത്തിൽ നീ വീട്ടിൽ സംഭവിക്കുന്ന കരമടിച്ച യേശുവിനെ യേശുവേന്ന് വിളിച്ചേ. ഇന്ന് ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന മക്കളെ, all those who are watching us live, നിങ്ങൾ എവിടെയായിരുന്നാലും, wherever the place you are, ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവിക ഇടപെടലിന്റെ സമയമാണ്. This is time where it's going to interfere in your personal life. ഇത് കർത്താവ് ഇടപെടുന്ന സമയമാണ്. It's a time that God is going to interfere. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. So all pray together. എനിക്കറിയാം 100 വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതി you maybe have many issues.
ഓരോ കമന്റുകളും വരുമ്പോൾ Whenever I receive many comments, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഇന്ന് കമന്റ് ബോക്സിലൂടെ സമർപ്പിക്കുമ്പോഴാണ് when you write in the comment box concerning your prayer request, ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ let's all പ്രാർത്ഥിക്കാം. pray together. കർത്താവേ ഇറങ്ങി വരണമേ. Lord, come down. എന്റെ ദാരിദ്ര്യത്തിന്റെ ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ദാരിദ്ര്യത്തിന്റെ എന്റെ ദാരിദ്ര്യത്തിന്റെ ആ. ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ, എന്റെ ദാരിദ്ര്യത്തിന്റെ എന്റെ ദാരിദ്ര്യത്തിന്റെ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്നവരെല്ലാം ഒന്ന് കരം ഉയർത്തി എന്ന് പറഞ്ഞേ, എന്റെ ദാരിദ്ര്യത്തിന്റെ എന്റെ ദാരിദ്ര്യത്തിന്റെ എന്റെ ദാരിദ്ര്യം മുഴുവൻ എന്റെ ദാരിദ്ര്യം മുഴുവൻ യേശു ക്രൂശിൽ ചുമന്നു. യേശു ക്രൂശിൽ ചുമന്നു. യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായി തീർന്നു. ഞാൻ സമ്പന്നനായി തീർന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ തന്നെ ഇത് വചനത്തിനകത്തുള്ള ജീവന്റെ അധികാരമാ വരുന്നത്. Hallelujah. ഇത് സ്വന്തമാക്കിക്കോ. ഒന്നുകൂടി വിളിച്ചു പറഞ്ഞു, എന്റെ ദാരിദ്ര്യം മുഴുവൻ എന്റെ ദാരിദ്ര്യം മുഴുവൻ യേശു ക്രൂശിൽ ചുമന്നു. യേശു ക്രൂശിൽ ചുമന്നു. അതിനായിട്ട് നന്ദി. അതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായി തീർന്നു. ഞാൻ സമ്പന്നനായി തീർന്നു. അതിനായിട്ട് നന്ദി. അതിനായിട്ട് നന്ദി. പാമ്പുകളുടെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി മെതിക്കുവാൻ അധികാരം തന്ന യേശുവേ നന്ദി. നന്ദി. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഒരു ഉപദ്രവവും എനിക്ക് വരുത്തുകയില്ലെന്ന് ഉറപ്പ് തന്ന യേശുവേ അങ്ങേക്ക് നന്ദി. അങ്ങേക്ക് നന്ദി. എല്ലായിടത്തും ഇതങ്ങ് പറഞ്ഞു, ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു. വചനത്തിന്റെ ഇതെല്ലാം ഈ പറയുന്ന മുഴുവൻ വചനമാണ്. ആ വചനം അധികാരത്തോടു കൂടിയുള്ളതാണ്. അതിനകത്ത് ജീവനുണ്ട്. അത് പ്രവർത്തിക്കുകയും ചെയ്യും. ലൂക്ക 10:19 ലൂക്ക 10:19 വിളിച്ച് പറഞ്ഞ് യേശു പറഞ്ഞിരിക്കുക, ഒരു ഉപദ്രവവും ഈ ശക്തികളൊന്നും നിങ്ങൾക്ക് വരുത്തുകയില്ലെന്ന് ഉറപ്പ് തന്ന യേശുവേ. നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. ഉറപ്പ് തന്ന യേശുവേ നന്ദി എന്ന് പറയുമ്പം ആ വചനത്തിന്റെ അധികാരം നമ്മുടെ കുടുംബങ്ങളിലും പ്രിയപ്പെട്ടവരിൽ പോലും വ്യാപരിക്കും. എല്ലായിടത്തും ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തുകയില്ല. കരമുയർത്തി ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഏത് ടൈം സോണിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നതിലല്ല കാര്യം. ഇന്നത്തെ ഈ വചനം സൗഖ്യത്തിനും അത്ഭുതത്തിനും വേണ്ടി മാത്രമുള്ള വചനമായി കാണുക. അത്തരത്തിൽ മാനസികമായി ഒരുക്കപ്പെടുന്നവർ ഇപ്പോൾ ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, നാനാവിധ വ്യതകളാൽ നീറിപ്പൊകഞ്ഞ് ജീവിതത്തിന്റെ അർത്ഥവും സൗന്ദര്യവും നഷ്ടപ്പെട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തൃക്കൺ പാർക്കണം. സാധാരണ ഒരു ഞായറാഴ്ചയായിട്ട് ഞായറാഴ്ച അവസാനിക്കാൻ പറ്റില്ല. വിസ്ഫോടാത്മകമായ വലിയ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ പല ഭവനങ്ങളിലും നടക്കട്ടെ. ഒരുപാട് ഇടപെടലുകൾ നടത്തി ഞാനിങ്ങനെ നിരന്തരമായി ഇടപെട്ട് ഇവന്റെ ജീവിതം, ഇവരുടെ ജീവിതം വഴിമുട്ടി, ഇവരുടെ കുടുംബം വഴിമുട്ടിച്ച് ഒരു പരുവത്തിൽ എത്തിക്കുമെന്ന് പറയുന്ന സകല വീരവാദങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ കാൽക്കീഴാവട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ 4 കാര്യം ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കും. പരിശുദ്ധ ദൈവമാതാവിന്റെ നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സകല വിശുദ്ധരുടെയും കൂട്ടായ്മ, സ്വർഗീയ മാലാഖമാരുടെ സംരക്ഷണം, രക്തസാക്ഷികളുടെ വിശ്വാസത്തിന്റെ ധൈര്യം, പുരോഹിതരുടെ പൗരോഹിത്യ അധികാരം, മേൽപ്പെട്ടക്കാരിൽ നിക്ഷിപ്തമാക്കിയ വലിയ ദൈവിക അധികാരം, സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യം, ഞങ്ങളുടെ പേര് വരുവാൻ കാരണമായ വിശുദ്ധരുടെ സംരക്ഷണം. ഇങ്ങനെ സഭയാം ശരീരത്തിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട സകല ആശീർവാദത്തിലും നിന്നുകൊണ്ട് നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരൊരനുഗ്രഹ വിഷയമാവട്ടെ. ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ.
ശംശായി സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. അന്യോന്യം സ്തുതി കൊടുക്കാം, അന്യോന്യം വന്ദനം ചൊല്ലാം. ഈശോയുടെ സമാധാനം നാം എല്ലാവരോടും കൂടെ. പ്രിയമുള്ളവരെ, ഞാൻ 2-3 കാര്യങ്ങൾ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം നമ്മൾ പൂർത്തീകരിച്ച് 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറുന്നു. നിങ്ങൾക്കും അത് അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ചോദിക്കുകയാണ്. നമുക്ക് കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി 10,000-കണക്കിന് ആൾക്കാർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഈ വാട്സാപ്പ് നമ്പർ എഴുതി വെക്കുക, 9847389389. ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടോ എങ്കിൽ അത് കൃപയുടെ നേരത്തിൽ ആഡ് ചെയ്യുന്നതാകട്ടെ, ബൈബിൾ ക്ലാസ് പങ്കെടുക്കുന്നതാകട്ടെ, മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ഇവിടെ വരണമെന്നായിക്കോട്ടെ, എല്ലാ ഡീറ്റെയിലുകൾക്കും 8589039039 നമ്പർ ഫോളോ ചെയ്യണം. 9847389389 പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളത് രണ്ടും മാറി മാറി ഉപയോഗിച്ച് അനുഗ്രഹം അനുഭവിക്കുവാൻ വിശേഷിച്ച് എല്ലാ മക്കളെയും ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സമാധാനം നാം എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ.